എല്ലാവർക്കും 2025 വനിതാ ദിന ആശംസകൾ. പ്രത്യേകിച്ച് വനിതകൾ ഒരുപാട് പേര് എൻ്റെ ക്ലയൻസാണ്, എന്നെ എപ്പോഴും വിളിക്കുന്നവരാണ്. യൂട്യൂബിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒരു പക്ഷേ ഇവിടെ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള അമ്മമാരൊക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒരു വീഡിയോ തരേണ്ടത് വളരെ എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പലപ്പോഴും സ്ത്രീകളിൽ കാണുന്ന ഒരു വലിയ കുഴപ്പം ആവശ്യമില്ലാത്ത ദുരഭിമാനവും, അതുപോലെ തന്നെ നമ്മൾ ആരോടും ഒന്നും തുറന്നു പറയാതിരിക്കുകയും എല്ലാം ഉള്ളിലൊതുക്കി ഒരുപാട് വിഷമങ്ങൾ സഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരാവശ്യമില്ല. നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, അതിനുവേണ്ടി ഒന്നും തുറന്നു പറയാതിരിക്കേണ്ട. ദുരഭിമാനം കൊണ്ട് യാതൊരു ഗുണവും നമുക്കുണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സന്തോഷവും ക്വാളിറ്റി ഓഫ് ലൈഫുമാണ് ഇനിയുള്ള കാലത്ത് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുപോലെ നമ്മളെക്കാളും ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടെ വിജയിച്ച എല്ലാ സ്ത്രീകൾക്കുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്ന് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. സ്ത്രീകളുടെ ജീവിതം പൊതുവേ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്ത്രീകൾ, വരുമാനമുള്ള സ്ത്രീകളാണെങ്കിലും വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണെങ്കിലും പിന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സ്ത്രീകളാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ സ്ത്രീകൾക്ക് ഇത്രയധികം വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ ലഭിച്ചിട്ടുള്ള അപൂർവം സൊസൈറ്റിയിലൊന്ന് കേരളമാണ്. പക്ഷേ നമ്മളിതൊക്കെയാണെന്ന് പറയുമ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം റേറ്റുകളൊക്കെ ഒത്തിരി കൂടുതലാണ്. സ്ത്രീകളുടെ ഇടയിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ പൊതുസമൂഹത്തിലൊക്കെ പലതരത്തിൽ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കുറച്ച് കണക്കുകളൊക്കെ അനുകൂലമാകുമ്പോഴും വേറെ ഒരുപാട് കണക്കുകൾ സ്ത്രീകൾക്ക് പ്രതികൂലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുമ്പോൾ കുറേ സിംബോളിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാത്രം ചെയ്ത് എല്ലാ വർഷവും തൃപ്തി അടയുന്ന രീതിയാണ് നമുക്കുള്ളത്. കുറേ ചർച്ചകളും യോഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കും. അതുകൊണ്ട് കാര്യമില്ല. ഓരോ സ്ത്രീയും പുരോഗമിക്കണം, ഓരോ സ്ത്രീയും ശാക്തീകരിക്കപ്പെടണം, ഓരോ സ്ത്രീയും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറണം. അപ്പോൾ ഓരോ സ്ത്രീയിലേക്കും ആ ഡെവലപ്മെൻറ്റ് ചെല്ലുന്നില്ലെങ്കിൽ കുറച്ച് പേര് ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സായിട്ട് ഇവിടെ നിൽക്കുകയും അവരൊക്കെ കുറേ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെ ഇടയിലുള്ള സ്ത്രീകളെ അവരുടെ കാര്യങ്ങൾ ആരും തന്നെ നോക്കാനില്ലാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ വളരെ ദുരന്തമുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെ ഈ രംഗത്ത് കുറച്ചുകൂടെ സജീവമാകേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നവർ ഒരു 30 വയസ്സിനും 45 വയസ്സിനും ഒക്കെ ഇടയിലുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലെന്ന് തോന്നുന്നു. കൂടുതൽ ക്ലയൻസും അങ്ങനെയുള്ളവരാണ്. എന്നെ വിളിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. പ്രത്യേകിച്ച് യങ് മദേഴ്സ് അല്ലെങ്കിൽ ഒരു ടീനേജ് വരെയൊക്കെയുള്ള കുട്ടികളുടെ അമ്മമാർ, അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണൽസ്, ഇങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതൽ ഞാനുമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുന്നത് കൊണ്ട് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൊന്ന് പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വലിയ ദോഷകരമായ കാര്യമാണ്. പല കാര്യങ്ങളാണ് അതിനൊന്ന്. ഒരു ഡോക്ടറെ കാണാനുള്ള മടി, അല്ലെങ്കിൽ അതിന് പണം ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും മറ്റെല്ലാത്തിനും പണമൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ട് പണം ചിലവാക്കാൻ അവർക്ക് പലപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല. ഇത് എന്ത് തന്നെ ആയാലും സ്ത്രീയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം തന്നെയാണ്. സ്ത്രീയുടെ ആരോഗ്യത്തിൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യവും നിലനിൽക്കുന്നത്. കുറച്ചു കാലമൊക്കെ നമ്മളിങ്ങനെ അത് കഴിഞ്ഞങ്ങ് തീരാനുള്ളതല്ല ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. സ്ത്രീയുടെ ആരോഗ്യം വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ടതും അത് വളരെ കാത്തു സൂക്ഷിക്കേണ്ടതുമാണ് ഓരോ കുടുംബത്തിലും. അതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല, അവരോടൊപ്പമുള്ള എല്ലാവരും തന്നെ അവരുടെ ആരോഗ്യത്തെപ്പറ്റി വളരെ ഒരു ചിന്ത വേണം. അതുപോലെ തന്നെ ഒരു ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള അവസരം സ്ത്രീകൾക്കും ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. എല്ലാ നേരവും സ്ത്രീകൾ തന്നെ എല്ലാ ജോലികളുടെയും ഭാരം ഏൽക്കുന്നതൊക്കെ വളരെ തെറ്റായ രീതിയാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളോട് ചെയ്യുന്ന ഒരു മോശമായിട്ടും കൂടെ ഞാനത് പറയും. കുറച്ചൊക്കെ ആ കാര്യത്തിലൊക്കെ എനിക്കൊരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം കുറച്ച് നേരം വെറുതെ ഇരിക്കണം എന്നൊക്കെ പറയാൻ സ്ത്രീകൾക്ക് കഴിയണം. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ മാനസികാരോഗ്യം, പല സ്ത്രീകളുടെയും മാനസികാരോഗ്യം വളരെ പ്രശ്നത്തിലാണ്. പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന് ഒരു ദുരഭിമാനം,
അതുപോലെ തന്നെ അറിവില്ലായ്മ, അജ്ഞതയൊക്കെ കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിന്മേൽ അല്ലെങ്കിൽ വ്യക്തികളിന്മേൽ സാഹചര്യങ്ങളിന്മേലൊക്കെ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാനസിക ആരോഗ്യം പ്രശ്നത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കിക്കോളുക. അമിതമായ സ്ട്രെസ്സൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. മാനസികാരോഗ്യം പ്രത്യേകമായിട്ട് നമ്മൾ മെച്ചപ്പെടുത്തിയെടുത്തേ പറ്റുള്ളൂ. മാനസികാരോഗ്യത്തിന് ദോഷം വരുന്ന രീതിയിൽ നമുക്ക് ചുറ്റുപാടുമൊക്കെ ആൾക്കാർ നമ്മളെ സമ്മർദ്ദത്തിലാക്കുകയും ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ പറയാൻ പഠിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ നന്നായിട്ടുണ്ടാവേണ്ട ഒരു ക്വാളിറ്റി, സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീയിലും പുരുഷനിലും എല്ലാം അസർട്ടീവ്നെസ് എന്ന് പറയും. ഒരു നോ പറയേണ്ടടുത്ത് ഒരു നോ പറയാനുള്ള കപ്പാസിറ്റി വളരെ പ്രധാനമാണ്. അതുപോലെ ഈ പങ്കാളിയുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ധാരാളമുള്ള സ്ത്രീകളുണ്ട്. ആ പ്രശ്നം എന്താണ്, എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് മേളിൽ കയറിയിരുന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിന് വി ഹാവ് ടു ആക്ട് ഓൺ ഇറ്റ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പലപ്പോഴും സ്ത്രീകളിൽ കാണുന്ന ഒരു കുറവ്, പുരുഷനിൽ അതില്ല എന്നല്ല, പുരുഷനിലും അതുണ്ട്. സ്ത്രീകളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നതുകൊണ്ട് ഇതങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു പ്രശ്നത്തിൻ്റെ മേളിൽ കയറി അങ്ങ് ഇരിക്കുന്നത് നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും. പല ആൾക്കാരും പറയുന്ന കഴിഞ്ഞ 14 വർഷമായിട്ട്, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു കൊല്ലത്തിൽ കൂടുതൽ ഒരു കാര്യം നിരന്തരമായി അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനി അത് വീണ്ടും വീണ്ടും അത് അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാനും അതിന് എതിരെ എന്ത് ആക്ഷനാണ് എടുക്കാൻ പറ്റുന്നത്, എന്ത് ആക്ഷനാണെങ്കിലും വളരെ നേരത്തെ എടുക്കുന്നതാണ് വളരെ നല്ലത്. ഒരു റോങ് ബസ്സിലാണ് നമ്മൾ കയറിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങുക, അല്ലാതെ അതിൽ പിന്നെ അങ്ങ് ഇരിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം, അതിന് വേണ്ട ഒരു ആക്ഷൻ നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുട്ടികളുമായിട്ട് പ്രശ്നങ്ങൾ പല വീടുകളിലും ഉണ്ട്. സ്ത്രീകളാണ് അതിൻ്റെ പലപ്പോഴും അതിൻ്റെ ഒരു സൈഡിൽ ഉണ്ടാവുക. കുട്ടികളെ നോക്കുന്നതൊക്കെ കൂടുതൽ സ്ത്രീകളായതുകൊണ്ടും പഠിപ്പിക്കുന്നത് സ്ത്രീകളായതുകൊണ്ടും ഒക്കെ കുട്ടികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. കാരണം ആ പ്രശ്നങ്ങളുമായിട്ട് കുട്ടികളെ വളർത്തുന്നത് കൊണ്ട് ഗുണമില്ല. പെർഫെക്ഷനിസം പലപ്പോഴും വളരെ ദുരന്തം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. വളരെ പ്രാക്ടിക്കലാകാൻ ശ്രമിക്കുക, എല്ലാം പെർഫെക്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. ഇന്ന് രാവിലെ എന്നെ വിളിച്ചൊരു സ്ത്രീ, അവരൊരു അമ്മയാണ്, 10ാം ക്ലാസ്സിൽ 10 കഴിഞ്ഞൊരു പയ്യൻ്റെ അമ്മയാണ്. കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവന് താല്പര്യമുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനൊന്നും വിടാൻ അമ്മയുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ അമ്മ അങ്ങ് വളരെ അസ്വസ്ഥമാകുകയാണ്. അങ്ങനെ നമുക്ക് പെർഫെക്ഷനിസത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് പഠിക്കാൻ യാതൊരു താല്പര്യമില്ലെന്നും വളരെ ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അവനെ എന്തെങ്കിലും പഠിപ്പിച്ച് അടങ്ങുമെന്നും പറഞ്ഞ് നമ്മൾ കുസ്തിക്ക് പോയിട്ടൊരു കാര്യമില്ല. ചില സമയത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് വരും. അതുപോലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരിക്കലും ഗുണം ചെയ്യില്ല. മക്കളെ സന്തോഷിപ്പിക്കുക, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഇൻലോസിനെ എല്ലാവരെയും കൂടെ സന്തോഷിപ്പിക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ രോഗികളാകുന്നതിൻ്റെ കാര്യം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. തൊഴിൽ രംഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് കൂടുതൽ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൊഴിൽ രംഗത്ത് നാളെ വരാൻ പോകുന്ന മാറ്റങ്ങളെയൊക്കെ നേരത്തെ കണ്ടുകൊണ്ട് ഇപ്പോഴേ നമ്മൾ എക്യുപ്ഡ് ആകാമെങ്കിൽ നമുക്ക് തൊഴിൽ രംഗത്തെ സ്ട്രെസ്സൊക്കെ കുറച്ച് കൊണ്ടുവരാം. തൊഴിൽ രംഗത്ത് നിരന്തരമായ പഠനങ്ങളും അപ്ഡേഷനും ഒക്കെ ആവശ്യമാണ്. അതിന് സമയം കണ്ടെത്തേണ്ടി വരും. ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ തൊഴിൽപരമായ കാര്യങ്ങളിലും കൂടി ഡെവലപ്പ് ആകാനുള്ള സമയവും സാവകാശവും ഒക്കെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വീട്ടിൽ മറ്റ് ഹെൽപ്പുകൾക്കൊക്കെ വേറെ സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് പണം ചിലവാക്കണം. പല ആൾക്കാരും പൈസ ചിലവാക്കത്തില്ല. എന്നെ വിളിക്കുന്ന പല വളരെ പ്രൊഫഷണൽസായിട്ടുള്ളവർ പോലും പൈസ ചിലവാക്കുന്ന കാര്യത്തിലൊക്കെ അവർ കണ്ടമാനം സ്ട്രെസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് കാര്യത്തിനാണ് ആ സേവ് ചെയ്യുന്ന പണം മറ്റുള്ളവർ ദൂർത്തടിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളിതെല്ലാം കൂടെ പിടിച്ചു കെട്ടി വയ്ക്കുന്നത്? നിങ്ങളും കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും കുറച്ചൊക്കെ ഒരു ഈസിന് വേണ്ടി, ഒരു കംഫോർട്ടിന് വേണ്ടിയൊക്കെ നമ്മൾ വേറൊരാൾക്കൊരു, ഇപ്പോൾ നമുക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ വീട്ടിലൊരു ഹെൽപ്പിനൊക്കെ കുറച്ച് പൈസ ചിലവാക്കുമ്പോൾ നമുക്ക് അതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. കണ്ടമാനം പൈസ പണ്ട് കാലത്ത് ജോലിയില്ലായിരുന്ന സ്ത്രീകളൊക്കെ അവരെല്ലാം കൂട്ടി വയ്ക്കുന്നത് പോലെ ജോലിയുള്ള സ്ത്രീകളെല്ലാം കൂട്ടി വയ്ക്കേണ്ട. കാരണം നിങ്ങൾക്ക് ജോലിയിൽ നിന്നൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, അത്യാവശ്യം സേവിങ്സൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ കൂടെ എല്ലാം അങ്ങ് പിന്നെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, എല്ലാത്തിലും പോയി നോക്കുക, അവിടെ നടക്കുന്നത് എന്താ, ഇവിടെ നടക്കുന്നത് എന്താ. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അതിനൊരു പ്രയോറിറ്റിയൊക്കെ തീരുമാനിക്കുന്നത് നല്ലതാണ്.
എന്താണ്, എന്തിലൊക്കെയാണ് ഞാൻ ഇടപെടേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. ഒരുപാട് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പോയി ഇടപെട്ട് നമ്മുടെ സമയവും സാവകാശവും സന്തോഷവും സമാധാനവും ഒക്കെ കളയാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ അതുപോലെ ആൻസൈറ്റി, ഡൗട്ട്, ഫിയർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ എടുക്കണം. ഫ്രണ്ട്ഷിപ്പ് വളരെ ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ലോകമൊക്കെ ഇന്ന് മാറി, അവർ തൊഴിലൊക്കെ ചെയ്യുന്നവരാണ്, സമ്പാദിക്കുന്നവരാണ്. അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായൊരു വ്യക്തിത്വം, സ്വന്തമായ കുറേ ഫ്രണ്ട്സ്, സ്വന്തമായ ഒരു ജീവിതം, സ്വന്തമായ കുറേ എൻ്റർടൈൻമെൻറ്റ്, സ്വന്തമായ കുറേ ഹോബീസ്, ഇതൊക്കെ വേണം. എല്ലാം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടൊന്നും ഇരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. ഇനി ജോലി ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ ഒരു അവകാശവും സന്തോഷവും ഒക്കെ ആണെങ്കിലും ഈ ജോലിക്ക് വേണ്ടി കടന്നങ്ങ് ജോലി ചെയ്യരുത്. പല ആൾക്കാരും ഇപ്പം നേഴ്സുമാരുടെ കാര്യം തന്നെ എടുക്കാം. പല നേഴ്സുമാരും ഓവർ ടൈം ചെയ്ത് കണ്ടമാനം ജോലി ചെയ്തിട്ട് ആ വീട്ടിലെ പുരുഷന്മാരൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഇവരെ ചൂഷണം ചെയ്ത് അവർ ജീവിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. നമ്മളൊരു ടൈം ജോലി ചെയ്യുക, ജോലി ചെയ്ത് കഴിഞ്ഞ് ബാക്കി ടൈം റിക്രിയേഷൻ, റെസ്റ്റ്, റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം വേണം. എല്ലാം ഉണ്ടെങ്കിലേ ഒരു ബാലൻസ് ഉള്ളൂ. അല്ലാതെ ജോലി ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെഷീനൊന്നും അല്ല. ജോലി ചെയ്യുന്നത് നല്ലതാണ്, വരുമാനം കിട്ടുന്നത് നല്ലതാണ്, പക്ഷെ അത് മറ്റാരും ചൂഷണം ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു സോഷ്യൽ ലൈഫ് വളരെ ആവശ്യമാണ്. നമ്മൾ കുറേ ജോലി ചെയ്തു, കുറേ പൈസ ഉണ്ടാക്കി, കുറേ കുഴിമന്ത് തിന്നു, ഇതല്ല ജീവിതം. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്, ചുറ്റുപാടിനോടൊരു കടപ്പാടുണ്ട്. പിന്നെ വിജയിച്ച എല്ലാ സ്ത്രീകൾക്കും വളർന്നു വരുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ചൊരു കടപ്പാടുണ്ട്. കാരണം അവരെയൊക്കെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, നല്ലൊരു മോഡലായിട്ട് നമുക്ക് മാറാൻ കഴിയും, നമുക്കവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തോടൊക്കെ വലിയൊരു കടപ്പാടുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ ഈ സ്ഥാനമാനങ്ങളോ ഡിഗ്രികളോ ഇതൊന്നുമല്ല. മനുഷ്യൻ അവസാനം വിലയിരുത്തപ്പെടുന്നത് അവൻ്റെ ബിഹേവിയറിലൂടെയും അവൻ ലോകത്ത് കൊടുക്കുന്ന സംഭാവനകളിലൂടെയൊക്കെയാണ്. അവിടെയാണ് നമ്മളുടെ സംഭാവനകൾ, നമ്മൾ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്താണ്. പലപ്പോഴും പുരുഷന്മാരൊക്കെ ജോലി ചെയ്ത് അവർ സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്ത്രീകൾക്കും സമൂഹത്തിലൊക്കെ കുറേ കടപ്പാടുകളും മറ്റും ഉണ്ട്. ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരെ ഇതിലൂടെയൊക്കെ ഒന്ന് ബോധിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സസൈസ് വളരെ ആവശ്യമാണ്, കുറച്ച് റിക്രിയേഷൻസൊക്കെ വളരെ ആവശ്യമാണ്. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ, അതുപോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ വളരെ ആവശ്യമാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ചെറിയ പ്രായത്തിൽ അവർക്ക് കൂടുതൽ ടൈമും കൂടുതൽ ക്വാളിറ്റി ടൈം കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ ആ സമയത്ത് കൂടുതൽ ജോലി സംബന്ധമായ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റു കാര്യത്തിലൊക്കെ നമുക്ക് അധികം ഇടപെടാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അത് ബോധപൂർവവും ബുദ്ധിപൂർവവും കൂടുതൽ ടൈം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുട്ടികൾ എക്യുപ്ഡ് ആവും. പിന്നെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്യാനിരിക്കരുത്. കുട്ടികൾ വളരുന്നതനുസരിച്ച് പതുക്കെ ജോലികളൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക. അവർ പ്രായമാകും തോറും നമ്മൾ കുറേ കൂടെ മറ്റു കാര്യങ്ങൾക്ക്, അതാണ് ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർ വളരും തോറും നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കരിയർ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈ കാര്യത്തിലൊക്കെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വളരെ സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. എല്ലാ സ്ത്രീകളും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളതാണ്. നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആകാത്തതിൻ്റെ കാരണം എന്താണ്, അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുക, അത് റെക്ടിഫൈ ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തെല്ലാം നേടിയാലും, എന്തെല്ലാം പദവികൾ നേടിയാലും, എന്തെല്ലാം പണം നേടിയാലും നമ്മൾ പേഴ്സണലി ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അതിന് റിയലി വേർത്തല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ എല്ലാ സ്ത്രീകൾക്കും സന്തോഷവും സമാധാനവും സക്സസ്സും ഹാപ്പിനെസ്സും ഒക്കെ നേർന്നുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.